മനസ്സുകളെ ഉണരൂ, അഭിഷിക്തൻ വരവായി. മനസ്സുകളെ ഉണരൂ, സ്തുതി സങ്കീർത്തനമാകൂ. പാവനമീ ബലിയിൽ പരിപാവന മാനസരാ. പാവനമീ ബലിയിൽ പരിപാവന മാനസരാ. വരൂ വരൂ ദൈവജനമേ, അണിയണിയായി ബലിവേദി അനവരതം ബലിയേകാം, ബലിയാകാം, അനുരഞ്ജിതരാകാം. സ്നേഹം ധാരധാരയായി കരകവിഞ്ഞൊഴുകുന്നു, ഹൃദയം തിരുനാളമായി പ്രഭ ചൊരിഞ്ഞിടുന്നു. കരുണതൻ ഈ വരമഴയിൽ ആശ്രയം തേടാ. അനുദിനം ഈ തിരുബലി മോക്ഷം നേടിടാ. ഈ ജന്മം യാഗമായി നാഥനേകിടാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ സ്നേഹവും സമാധാനവും നിങ്ങളിൽ നിലനിൽക്കട്ടെ. തിരുസഭ ഇന്ന് വലിയൊരു രഹസ്യത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രത്യേകമായി ഈ ബലിക്കായിട്ട് നമ്മൾ അണയുമ്പോൾ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ കുടുംബത്തെ വിശദീകരിക്കട്ടെ, നമ്മുടെ പ്രവർത്തന മേഖലകളെ വിശദീകരിക്കട്ടെ, നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ പ്രത്യേകമായി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഈ ബലി ഏറ്റവും വിശുദ്ധിയോടെ അർപ്പിക്കുന്നതിന് വന്നുപോയ എല്ലാ കുറവുകളെയും സമർപ്പിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടേണ്ടതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളേറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു.
എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ ഞങ്ങളിൽ കനിയണമേ. കർത്താവേ ഞങ്ങളിൽ കനിയണമേ. കർത്താവേ ഞങ്ങളിൽ കനിയണമേ. ക്രിസ്തുവേ ഞങ്ങളിൽ കനിയണമേ. ക്രിസ്തുവേ ഞങ്ങളിൽ കനിയണമേ. കർത്താവേ ഞങ്ങളിൽ കനിയണമേ. 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 അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അമ്മയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അമ്മയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാൽ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈകശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദൈവസൂനുവേ കർത്താവാം ശ്രീയേശുക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ.
സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവു തന്നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു താനേകനാം നാഥൻ അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, സത്യത്തിൻ്റെ വചനവും വിശുദ്ധീകരണത്തിൻ്റെ ആത്മാവും ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് അങ്ങേ അത്ഭുതകരമായ രഹസ്യം മനുഷ്യർക്ക് അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. സത്യവിശ്വാസത്തിൻ്റെ പ്രഘോഷണം വഴി നിത്യമായ ത്രിത്വത്തിൻ്റെ മഹത്വം അംഗീകരിക്കുവാനും മഹാപ്രാഭവമുള്ള ഏകത്വം ആരാധിക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ഒന്നാം വായന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശ അതിരാവിലെ എഴുന്നേറ്റ് കൽപ്പലകകൾ കയ്യിലെടുത്ത് സീനായ് മലയിലേക്ക് കയറിപ്പോയി. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. മോശ ഉടനെ നിലം പറ്റി കുമ്പിട്ടാരാധിച്ചു. അവൻ പറഞ്ഞു, അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ കർത്താവെ, അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു, ഞാൻ ദുശാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോടുകൂടെ വരണമേ. ഞങ്ങൾ ദുശാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോടുകൂടെ വരണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് എന്നുമെന്നും സ്തുത്യർഹനും കർത്താവ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. അങ്ങ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. കർത്താവ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. അങ്ങയുടെ മഹത്വപൂർണമായ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. അത് എക്കാലവും എല്ലാറ്റിനും ഉപരി മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. കർത്താവ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുളുമ്പുന്ന അങ്ങയുടെ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. കർത്താവ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. രാജകീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം ഉന്നതനായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവ് എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, സന്തോഷിക്കുവിൻ, നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ, എൻ്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ,
ഏകമനസ്കരായിരിക്കുവൻ, സമാധാനത്തിൽ ജീവിക്കുവൻ. സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം അഭിവാദനം ചെയ്യുവൻ. വിശുദ്ധരെല്ലാവരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവരുമായ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു നിക്കോദേമസിനോട് അരുൾ ചെയ്തു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവന് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കാത്തത് മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ സ്നേഹവും സമാധാനവും നിങ്ങളിൽ നിലനിൽക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സഭയിലെ വലിയൊരു രഹസ്യമാണ് പരിശുദ്ധ ത്രിത്വം എന്നത്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് വിവരിക്കുവാനായിട്ട്, അനാവരണം ചെയ്യാനായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇത് അനാവരണം ചെയ്യുവാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പലരും ഇതിൽ നിന്ന് പിന്മാറി. എന്നാൽ ചിലരൊക്കെ ഈ പഠനം തുടർന്ന് പിന്നീട് അബദ്ധ സിദ്ധാന്തങ്ങളിലേക്കും തെറ്റായ പഠനങ്ങളിലേക്കും എത്തിച്ചേർന്നുവെന്നുള്ളതാണ്. 4-ാമത്തെ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവ പുരോഹിതനായ ആരിയൂസ് തൻ്റെ പഠനം ആരംഭിച്ചു. പിന്നീട് അവസാനിച്ചത് തെറ്റായ ഒരു പഠനത്തിലാണ്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള അനാവരണം നടത്തിയത് ഇപ്രകാരമാണ്: പിതാവായ ദൈവം, ഈ ദൈവം ഏകദൈവം എന്നുള്ളതാണ്. പുത്രനാകട്ടെ പിതാവിൻ്റെ സൃഷ്ടിയെന്നും പരിശുദ്ധാത്മാവ് പുത്രനിൽ നിന്ന് വരുന്നതാണെന്നുമുള്ള ഒരു പഠനമാണ് നൽകിയത്. അത് അവസാനിച്ചത് ഇപ്രകാരമാണ്: പുത്രനും പരിശുദ്ധാത്മാവും ദൈവികത്വത്തെ നിഷേധിക്കുന്ന രീതിയിലുള്ള പഠനത്തിലാണ് അത് അവസാനിച്ചത്. പിന്നീട് സഭയിൽ നിന്ന് പോലും പുറത്താക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ പുരോഹിതൻ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. മധ്യകാല യുഗത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധ അക്വിനാസ് വലിയ പണ്ഡിതനായിരുന്നു.
ദിവ്യകാരുണ്യത്തെക്കുറിച്ച് എഴുതിയപ്പോൾ ഈശോ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് വളരെ മനോഹരമായിട്ട് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് എഴുതിയെന്നുള്ളതാണ്. പിന്നീട് മാലാഖമാരെക്കുറിച്ച് എഴുതിയപ്പോൾ സഭ ഡോക്ടർ ഓഫ് ആഞ്ചലിക്കൂസ് എന്ന പദവി നൽകി അതിനെ അംഗീകരിച്ചു, ആദരിച്ചു എന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധ തോമസ് അക്വിനാസ് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് എഴുതുവാനായിട്ട് ഒരുങ്ങിയ രാത്രിയിൽ ഈശോ തന്നെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ഈ ഒരു പ്രയത്നത്തിൽ നിന്ന് നീ പിന്മാറുക എന്നുള്ളതാണ്. സഭ ഇന്നും വലിയ രഹസ്യമായിട്ട് തന്നെയാണ് പരിശുദ്ധ ത്രിത്വത്തെ പഠനത്തെക്കുറിച്ച് പറയുന്നത്. ഇത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുവാൻ പറ്റാത്ത ഒന്നാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലും നമ്മുടെ ഓരോ പ്രവൃത്തികളിലും ത്രിത്വത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. മംഗളവാർത്തയുടെ സമയത്ത് ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ പിതാവായ ദൈവത്താലാണ് ദൂതൻ അയക്കപ്പെടുന്നത്. പരിശുദ്ധ അമ്മ ഗർഭം ധരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. ഗർഭം ധരിച്ചതോ പുത്രനായ ദൈവത്തെ. അവിടെ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ജോർദാനിൽ വെച്ച് ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പിതാവിൻ്റെ സ്വരം കേൾക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വരുന്നു. പിന്നീട് ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം അവിടെ നമ്മൾ ദർശിക്കുന്നു. അപ്പോൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലുമുണ്ട് എന്നുള്ളതാണ്. ഈ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. നമ്മൾ ഓരോ പ്രാർത്ഥന ആരംഭിക്കുമ്പോഴും ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞ് മനസ്സിലാക്കി വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അവസാനിക്കുന്നതും ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞ് വിശ്വസിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് വിശ്വസിക്കാം. ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്ത ഒന്നാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യമെന്നത്, പഠനമെന്നത്. ഒരു ഗുരുവിൻ്റെ അടുക്ക് ഒരു കുഞ്ഞ് വന്നിട്ട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ കുഞ്ഞ് ചോദിക്കുമ്പോൾ ഗുരു ഒരു കുഞ്ഞല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് വളരെ സാധാരണ രീതിയിലുള്ള മറുപടി കൊടുക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ കുഞ്ഞിൻ്റെ മുമ്പിൽ ശിരസ് നമിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഈ കുഞ്ഞ് കൊച്ചു കൊച്ചു ചോദ്യങ്ങളൊക്കെ ഈ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്. ഈ കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, ഗുരുവേ, ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? അത് പറയുവാനായിട്ട് ഈ ഗുരുവിനെ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഗുരു ആ കുഞ്ഞിനോട് പറയുന്നുണ്ട്, നീ ആകാശത്തിലെ കാര്യങ്ങൾ ചോദിക്കരുത്, ഭൂമിയിലെ കാര്യങ്ങൾ ചോദിക്കൂ. അപ്പോൾ ഈ കുഞ്ഞ് വളരെ ലളിതമായിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ എത്ര വീടുകളുണ്ട്? അപ്പോൾ അതിനും മറുപടി പറയാനായിട്ട് ഈ ഗുരുവിന് സാധിക്കുന്നില്ല. ഗുരു ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് വിദൂരങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത്? നമ്മുടെ അടുത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നീ ചോദിക്കൂ. അപ്പോൾ ഈ കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, കൺപോളയിൽ എത്ര പീലികളുണ്ട്? അപ്പം അതിന് പോലും ഈ ഗുരുവിന് ആ സമയത്ത് മറുപടി പറയുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഉത്തരമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് ഉത്തരമില്ലെങ്കിൽ പിന്നെ ദൈവികമായ രഹസ്യങ്ങളെക്കുറിച്ച് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് എങ്ങനെയാണ് അനാവരണം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? പ്രത്യേകമായി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകട്ടെ. അങ്ങനെ ത്രിത്വൈക ദൈവം നമ്മുടെ ജീവിതത്തെ വഴി നടത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും
ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയൂസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ചു മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്നും ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങീ നാമം വിളിച്ചപേക്ഷിക്കുന്നത് വഴി ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങ് പവിത്രീകരിക്കുകയും അവയാൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ ഒരു കാഴ്ച വസ്തുവായി മാറ്റുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ ജാതനായ ഏകപുത്രനോടും പരിശുദ്ധാത്മാവോടും കൂടെ അങ്ങ് ഏകദൈവവും ഏക കർത്താവുമാകുന്നത് ഒരു വ്യക്തിയുടെ ഏകത്വത്തിലല്ല, പ്രത്യുത ഒരു സത്തയുടെ ത്രിത്വത്തിലാണല്ലോ. എന്തെന്നാൽ അങ്ങേ മഹത്വത്തെക്കുറിച്ച് അങ്ങ് വെളിപ്പെടുത്തുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് അങ്ങേ പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഒരു വ്യത്യാസവുമില്ലാതെ ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. അങ്ങനെ സത്യവും സനാതനവുമായ ദൈവത്വത്തിൻ്റെ പ്രഖ്യാപനത്തിലൂടെ വ്യക്തിയിലുള്ള തനിമയും സത്തയിലുള്ള ഏകത്വവും മഹിമയിലുള്ള തുല്യതയും ആരാധിക്കപ്പെടുന്നു. മാലാഖമാരും പ്രധാന മാലാഖമാരും കെരൂബുകളും സെറാഫുകളും അങ്ങയെ പ്രകീർത്തിക്കുന്നു. അവർ നിത്യേന അവിരാമം ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഉദ്ഘോഷിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം
നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരൂനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനശാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്കു കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്കു കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന്
ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങൾ അതിരൂപത അധ്യക്ഷനായ സുസപ്പാക്യ മെത്രാപ്പൊലീത്തയോടും സഹായമെത്രാൻ ക്രിസ്തുദാസ് പിതാവിനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നെതിരുകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലും ആയിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവാൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും
ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേ ശരീര രക്തങ്ങളുടെ സ്വീകരണം എനിക്ക് വിധിക്കും ശിക്ഷയ്ക്കും കാരണമാകാതെ അങ്ങേ കാരുണ്യത്താൽ എനിക്ക് മനസ്സിനും ശരീരത്തിനും സംരക്ഷണവും സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. തീർത്ഥമായി പുണ്യതീർത്ഥമായി ദിവ്യകാരുണ്യമായി എന്നിലേക്കൊഴുകുന്ന സ്നേഹമല്ലേ. തീർത്ഥമായി പുണ്യതീർത്ഥമായി ദിവ്യകാരുണ്യമായി എന്നിലേക്കൊഴുകുന്ന സ്നേഹമല്ലേ. സാന്ത്വനമായി കുളിർത്തന്നലായി എന്നിൽ വീശുന്നൊരാശ്വാസമല്ലേ എൻ്റെ ദൈവമേ. നീ എൻ സൗഭാഗ്യമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന്
രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ കൂദാശയുടെ സ്വീകരണവും നിത്യവും പരിശുദ്ധവുമായ ത്രിത്വത്തിൻ്റെയും അവിടുത്തെ വ്യക്തിപരമായ ഏകത്വത്തിൻ്റെയും പ്രഖ്യാപനവും ഞങ്ങളുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ആരോഗ്യത്തിന് ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടുന്ന് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടുന്ന് തൻ്റെ വദനം നിങ്ങളുടെ നേർക്ക് തിരിക്കുകയും നിങ്ങൾക്ക് തൻ്റെ സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.
സ്തുതിക്കുന്നേ. നീ തന്നതു കനിവിൻ നിറകൂടം ഞങ്ങൾക്കായി. അമ്മേ വണങ്ങിടാം ആത്മീയ സ്തുതിയുമായി ഭൂമിതലം മെഴുകുതിരിയുമായി നിന്നിതാ. നന്ദി ചൊല്ലിടാം ദൈവജനനിയേ, കന്യാമറിയമേ, എന്നാളും സ്തുതിക്കുന്നേ. നീ തന്നതു കനിവിൻ നിറകൂടം ഞങ്ങൾക്കായി. വാത്സല്യത്തിടമ്പേ, ജ്ഞാനത്തിൻ കരിമ്പേ, നീ തന്ന നിധിയോ ലോകത്തിൻ സുഗന്ധം. സൗമ്യയാം കന്യകേ ഹൃദയാമൃതം പാടിടാം ഞങ്ങളും അമ്മേ നിൻ സ്തോത്രം. അമ്മേ വണങ്ങിടാം ആത്മീയ സ്തുതിയുമായി ഭൂമിതലം മെഴുകുതിരിയുമായി നിന്നിടാ. നന്ദി ചൊല്ലിടാം ദൈവജനനിയേ, കന്യാമറിയമേ, എന്നാളും സ്തുതിക്കുന്നേ. നീ തന്നതു കനിവിൻ നിറകൂടം ഞങ്ങൾക്കായി.